വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു കടലേൻ്റെ മസാലയാണ് കേട്ടോ. കടല മസാലയാണ്, അടിപൊളി ടേസ്റ്റാണ്, നല്ല പ്രോട്ടീനാണ്. അപ്പോൾ നിങ്ങൾക്ക് കടലയൊക്കെ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കടല മസാല എല്ലാവരും കഴിക്കുക. നിങ്ങൾക്ക് ചോറൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ചോറും കുറേ ഈ കടല മസാലയും കൂടി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോട്ടീനുള്ള ഒരു ആഹാരമായി തീരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഞാൻ അതിനായിട്ട് ഈ വെള്ളക്കടല എടുത്തിട്ടുണ്ട്. വെള്ളക്കടല 1 കപ്പ് വെള്ളക്കടലയാണ് എടുത്തത്. അത് നന്നായിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റിയിട്ട് നമ്മളത് കുക്കറിലിട്ടിട്ട് അതൊരു 6 വിസിലോളം വരുത്തിയിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത കടല മസാല ഒന്ന് വെള്ളമൊക്കെ ഇതാക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു ബൗളാണ് എടുത്തത്. ബൗളിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണോളം ചാറ്റ് മസാല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണ്, 1.5 സ്പൂണ് മുളക് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1.5 സ്പൂണ് മുളക് പൊടി ഇടാം കേട്ടോ. എന്നിട്ട് ആ കടല വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ കടല വേവിച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കുക. നന്നായി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. കട്ടകളൊന്നുമില്ലാതെ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇടാം. ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ ചീനിച്ചട്ടി എടുത്തിട്ട് നല്ല ചൂടായാൽ കുറച്ച് ഓയിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു 1/2 സ്പൂണോളം ജീരകം, ചെറിയ ജീരകമാണ് ഇട്ടത്. ചെറിയ ജീരകം ഇട്ട് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. അതിൽ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മസാല പേസ്റ്റ് പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിക്കുക. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം ചട്ടിയുടെ ചൂട് കാരണം വെള്ളമൊക്കെ വറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് 1-5 മിനിറ്റ് മൂടി വെക്കണം. ഈ മസാല കടലയുടെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടുക കേട്ടോ. കറിവേപ്പില നല്ലൊരു ടേസ്റ്റാണ്. കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് 1-5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കടലയിലേക്ക് ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡായിട്ട് വരും. അപ്പോൾ 5 മിനിറ്റ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ കടല ഇതുപോലെ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിച്ച് നല്ല കടല മസാല വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കുക. എന്നിട്ട് കടല മസാലയൊക്കെ വറ്റിയെന്ന് ഉറപ്പായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് നമുക്ക് ഈ കടല മസാല ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണേ. ഇനി ഞാൻ കുറച്ച് ഒരു മീഡിയം സൈസ് 2 സവോള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും അതും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. ക്യാരറ്റ്, പിന്നെ ക്യാബേജ്, കക്കിരി അതൊക്കെ ഇടാം കേട്ടോ. ഒരു സാലഡിൻ്റെ ഒരു ഇതാണ് ഇത് വരുന്നത്. അപ്പോൾ സാലഡിന് ആവശ്യമുള്ള എല്ലാ പച്ചക്കറി ഇതിലേക്ക് ഇടാം. എന്നിട്ട് മല്ലിയില, നല്ലോണം മല്ലിയില ഇതിലേക്ക് ഇടണം. മല്ലിയില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ സൈഡിലേക്ക് എത്തത്തക്ക വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ കുറച്ച് 2 സ്പൂണോളം നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിക്കുക. ചാറ്റ് മസാല കഴിയുന്നതോ ഇതിലേക്ക് ഇടാൻ നോക്കുക. നിങ്ങൾക്ക് ഇനി ചാറ്റ് മസാല കയ്യിലില്ലെങ്കിൽ നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഇട്ടാലും മതി. ആ പേസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കുമ്പോൾ ചിക്കൻ മസാലപ്പൊടി ഇട്ടാലും മതി. ചാറ്റ് മസാല കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അതാണ് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ കടല മസാല. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായി കഴിക്കാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണെങ്കിലും ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കുന്നതിന്. അപ്പോൾ നമ്മളെ ശരീരത്തിലുള്ള പ്രോട്ടീൻ്റെ കുറവൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല സൂപ്പർ ഹെൽത്തി ആവും. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നല്ലൊരു അടുത്ത വീഡിയോയിൽ നല്ലൊരു സൂപ്പർ ഡിഷുമായിട്ട് ഞാൻ വരും. അപ്പോൾ അതുവരെ താങ്ക് യു.